അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഒരിക്കലും സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാത്ത പക്ഷം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിന് സ്റ്റാർട്ടിങ് വരാൻ വേണ്ടി തുടക്കം തന്നെ നമ്മൾ ഫേസിൽ കണക്ട് ചെയ്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ സപ്ലൈയിൽ കണക്ട് ചെയ്ത സമയത്ത് തന്നെ ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു രണ്ട് ഫേസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ഫേസുകൾ വരണം എന്നുള്ള രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. അതിൽ രണ്ടായിട്ട് തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൻ വൈൻഡിങ് ആയിട്ടായിരിക്കും, രണ്ടാമത്തത് ഓക്സിലറി വൈൻഡിങ്. ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്നും അതുപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ് എന്നും കൂടെ ഇതിന് പറയാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് വൈൻഡിങ്ങുകളാണ് ഇതിലുണ്ടായിരിക്കുക. റോട്ടർ സ്ക്വയർ കേജ് ആയിരിക്കും ഈ ഒരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ, സ്ക്വയർ കേജ് അല്ല, സ്ക്വിറൽ കേജ് ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുക. ഇനി വൈൻഡിങ്ങുകൾ ഇലക്ട്രിക്കലായിട്ട് ഫേസ് ഡിഫറൻസിലായിരിക്കും. അതായത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഈ രണ്ട് വൈൻഡിങ്ങുകൾ വരേണ്ടത്. അതായത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജ് ഒരു ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് 90 ഡിഗ്രിയിലായിരിക്കണം എപ്പോഴും എന്താണ് ഈ ഒരു അടുത്ത വോൾട്ടേജ് വരുന്നതിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ 75% വരെ വേഗത ലഭിച്ച ശേഷം എന്ത് ചെയ്യും? വൈൻഡിങ് സർക്യൂട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ് ആദ്യം ഉണ്ടാവുക. സ്റ്റാർട്ടിങ് വൈൻഡിങ് സർക്യൂട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും. ഇതിൽ ഈ ഒരു ചിത്രം മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ വൈൻഡിങ്ങിലൂടെ കറണ്ട് പോകും. അതേപോലെ തന്നെ ഓക്സിലറി വൈൻഡിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ട് സ്പ്ലിറ്റായി പോകും. പക്ഷേ ഇവിടെ ഈ SC എന്നുള്ള സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നുള്ളതിൻ്റെ ബേസിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? ഓക്സിലറി വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ചാണ് എന്ത് ചെയ്യുക? വൈൻഡിങ്ങിനെ കട്ട് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ മെയിൻ വൈൻഡിങ് ആണ് നമ്മളെ റണ്ണിങ് വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ് ആണ് നമ്മളെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങുമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും തീരുമാനിക്കേണ്ടത്? രണ്ടിനും അതിൻ്റേതായിട്ടുള്ള എന്ത് വേണം? റെസിസ്റ്റൻസ് വേണം, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വേണം. അതായത് ഓക്സിലറി വൈൻഡിങ്ങിനും അതുപോലെ തന്നെ മെയിൻ വൈൻഡിങ്ങിനും അതിൻ്റേതായിട്ടുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അപ്പോൾ 4 ടൈപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ 4 ടൈപ്പുകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്പ്ലിറ്റ് ഫേസ് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ, പെർമനൻ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ, മൂന്നാമതായിട്ട് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ, നാലാമതായിട്ട് കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടോർ. അപ്പോൾ ഈ 4 ടൈപ്പിലാണ് നമ്മൾ നോർമലി സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വർക്കിംഗ് മീൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹെൽപ്പ് ഇപ്പോൾ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് എന്തിനു വേണ്ടതെന്ന് പറഞ്ഞു? സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പാസിറ്ററിൻ്റെയോ ഇൻഡക്ടറിൻ്റെയോ സഹായമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിൻ വൈൻഡിങ്ങിൽ നിന്ന് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കപ്പാസിറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെയോ സഹായം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ 4 ടൈപ്പുകളിൽ ഓരോന്നും റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഫേസ് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. അതായത് റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റായിട്ട് പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് പെർമനൻ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ. പെർമനൻ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്? വൈൻഡിങ്ങുകൾ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കപ്പാസിറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മൂന്നാമതായിട്ട് പറഞ്ഞ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ. അതായത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ സെറ്റ് ഉപയോഗിക്കും.
റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഇൻഡക്ടർ സെറ്റ് ഉപയോഗിക്കും. നാലാമതായിട്ട് കപ്പാസിറ്റർ സ്റ്റാർട്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റർ റൺ. അത് രണ്ടും കപ്പാസിറ്റർ റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും കപ്പാസിറ്ററിൽ വരുന്നതിനാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലെ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ എന്നുള്ളതായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കും, അല്ലെങ്കിൽ അടുത്ത അസൈൻമെൻറ്റ് രൂപത്തിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മോട്ടോറാണ് ഇനി പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ രണ്ടെണ്ണം, അതായത് ഷെയ്ഡഡ് പോൾ മോട്ടോറും സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുമാണ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഒരു യൂണിവേഴ്സൽ മോട്ടോർ. അതായത് യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ എ സിയിലും ഡി സിയിലും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടോർ എന്നുള്ളത്. അപ്പോൾ ഡി സി സീരീസ് മോട്ടറിൻ്റെ മോട്ടറിലൂടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യിക്കുന്ന സമയത്ത് എന്താണ്, ഒരേ ദിശയിലേക്കുള്ള ടോർക്ക് ഉണ്ടാവുന്ന കാരണത്താൽ, അതായത് ആ ആർമേച്ചറിൽ ഒരു ചെറിയ വ്യത്യാസം, നമ്മൾ ഡി സി സീരീസ് മോട്ടോറിൻ്റെ ആർമേച്ചറിൽ ചെറിയ വ്യത്യാസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി സി സീരീസ് മോട്ടോറിൽ ഡി സി കണക്ട് ചെയ്തിട്ടും സിംഗിൾ ഫേസ് എ സി സപ്ലൈ ചെയ്തിട്ടും നമുക്ക് പ്രവർത്തിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന മോട്ടോറുകളെയാണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടോർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു 2 പോൾ മോട്ടോറിൻ്റെ പ്രവർത്തനമാണ്, യൂണിവേഴ്സൽ 2 പോൾ മോട്ടോറിൻ്റെ പ്രവർത്തനമാണ് ഫിഗർ വഴി കാണിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ആർമേച്ചറും സീരീസ് ഫീൽഡും മുഖേന കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധാരണ ഡി സി സീരീസ് മോട്ടറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്, സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ട് ഈ മാഗ്നറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർമേച്ചറിലേക്ക് കയറുന്നുണ്ട്, ആർമേച്ചർ വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ എ സി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഡി സി സീരീസ് മോട്ടറിൻ്റെ ഡി സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ എ സി ഇത് കൊടുത്തു കഴിഞ്ഞാൽ, എ സി സപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് ഒരു പോസിറ്റീവ് സൈക്കിളിൽ മാത്രമാണ് എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡയറക്ഷനിലായിട്ട് ഉണ്ടാവുക. അതിൻ്റെയാണ് ഇവിടെ NAS എന്നുള്ളത്. പോസിറ്റീവ് സൈക്കിളിൻ്റെ ഭാഗം കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡത്തെ നോർത്തും റൈറ്റ് സൈഡത്തെ ഇത് നോർത്തും ഇത് സൗത്തും ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആർമേച്ചറിൻ്റെ മുകളിലുള്ള ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ടോർക്ക് ആ ഡയറക്ഷനിൽ അവിടെ ഫിക്സഡ് ആയിട്ട് വന്നു. ഇനി രണ്ടാമത്തെ സൈക്കിളിൽ വരുമ്പോൾ ഇതേ പ്രൊസീജിയർ നേരെ തിരിച്ചാണ് വരിക. എന്താ വരിക, നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, നെഗറ്റീവ് സൈക്കിളിലും അതായത് എന്ത് വരുന്നത്, ആർമേച്ചറിൻ്റെ പോസിറ്റീവ് സൈഡ് വരുന്നത്. പക്ഷേ നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടാണ് ആർമേച്ചറിലൂടെ കണ്ടക്ടർ ഒഴുകുന്നതിന് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ വരുന്നതെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ തിരിച്ചായിരിക്കും, അതായത് സൗത്തിലേക്കായിരിക്കും. അപ്പോൾ നോർത്ത് സൗത്ത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ഡി സി സീരീസ് മോട്ടോറിൻ്റെ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് യൂണിവേഴ്സൽ മോട്ടറായിട്ട് മാറ്റാനായിട്ട് പറ്റുന്നത്. പക്ഷേ യൂണിവേഴ്സൽ മോട്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ബ്രഷുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഷുകളിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഡി സി സീരീസ് മോട്ടറിനെ യൂണിവേഴ്സൽ മോട്ടറായിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർമേച്ചറിലെയോ ഫീൽഡിൻ്റെയോ കറണ്ടിൻ്റെ ദിശ മാറ്റി ഈ യൂണിവേഴ്സൽ മോട്ടോറിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യൂണിവേഴ്സൽ മോട്ടോർ പലയിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡ്രില്ല്, മിക്സി, അതേപോലെ വാക്യൂം ക്ലീനർ, സ്ക്വീഗ് മെഷീൻ, ഹെയർ ഡ്രയർ, എഗ് ബീറ്റർ, കട്ടർ, ഹെയർ ക്ലിപ്പർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രിമ്മറിനകത്ത് വരുന്ന മോട്ടർ, അല്ലെങ്കിൽ ഒരു മിക്സിക്കകത്ത് വരുന്ന മോട്ടർ, ഇതൊക്കെ യൂണിവേഴ്സൽ മോട്ടറാണ് വരുന്നത്. അതായത് ഇത് ഡി സി സപ്ലൈ ചെയ്താലും എ സി സപ്ലൈ ചെയ്താലും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആണ് അങ്ങനത്തെ മെഷീനുകളിലൊക്കെ വരുന്നത്. അതായത് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റും, ബാറ്ററി ചാർജിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ മോട്ടറുകളാണ് യൂണിവേഴ്സൽ മോട്ടർ എന്നറിയപ്പെടുന്നത്. താങ്ക് യു.